ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാമ്പഴം കൊണ്ട് അടയുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് 3 മാങ്ങയാണ് കേട്ടോ എടുത്തേണേ. നന്നായി പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കൊണ്ടുവരണം കേട്ടോ ആദ്യം. പിന്നെ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മാമ്പഴം കൊണ്ട് അടയുണ്ടാക്കണത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പം ഇനി ഇത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ അത് ഉണ്ടാക്കാനായിട്ടൊരു പാൻ ഗ്യാസ് വയ്ക്കാം കേട്ടോ. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആ മാങ്ങ അടിച്ച് വച്ചേക്കണത് അതിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുമല്ലോ, അതുപോലെ മാങ്ങയും വരട്ടിയെടുക്കാം. നന്നായി വെള്ളം വറ്റണ വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത് ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അടികരിയും. അപ്പം നന്നായി വെന്ത് ഇത്തിരി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തേക്കണം. അതൊരു പാത്രത്തിൽ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാങ്ങ വേവിച്ച് വെച്ചേക്കണത് നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നന്നായി കുഴച്ചെടുത്താൽ മതി. രണ്ടും കൂടി നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും പല വിധത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. നന്നായിട്ടിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ മാങ്ങ അത് കുഴച്ചു കേട്ടോ. ഇനി നമുക്കിത് ഇലയിലിട്ടിട്ടൊന്ന് കുറേശ്ശെ ഒന്ന് പരത്തി കൊടുക്കണം. ധാരാളം മാമ്പഴമൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ നെയ്യൊക്കെ ഒഴിച്ച് ഉരുളിയിലിട്ടൊന്ന് വരട്ടി വെച്ചാൽ മതി. നല്ല ചില്ലുകുപ്പിയിലോ അല്ല ഭരണിയിലൊക്കെ ഇട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എപ്പോഴെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പലഹാരങ്ങൾ. ഇവിടെ അങ്ങനെ ഒരുപാട് മാമ്പഴമൊന്നും കിട്ടിയില്ല കേട്ടോ. ഇവിടെ ആകെ ഒരു മാവേ ഉള്ളൂ. അതുമൊന്ന് കുറച്ചേ വീണ് കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്നതൊക്കെ ഉണ്ടാക്കി. ഒന്ന് വെള്ളമൊക്കെ തൊട്ട് നനച്ച് പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് പരത്താൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം പരത്തി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയിട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങ ചിരകിയത് എല്ലായിടത്തേക്കും ആക്കി പരത്തിയിട്ട് കൊടുക്കുക. ശർക്കര ഉരുക്കിയിട്ട് തേങ്ങ അതിലിട്ട് ഏലക്കായൊക്കെ ഇട്ട് അതിലിട്ടിട്ട് വരട്ടിയെടുത്തിട്ട് ഇതിൽ വയ്ക്കുകയാണെങ്കിലും ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ അതിന് സമയമില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയുള്ളൂ. ഇതും അടിപൊളി ടേസ്റ്റായിരുന്നു. തേങ്ങയൊക്കെ എല്ലായിടത്തും ഇട്ട് കൊടുത്തു. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന്. ഞാൻ ഓരോ ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മാങ്ങയ്ക്കും അത്യാവശ്യം മധുരം ഉണ്ടല്ലോ, അത് കാരണം പിന്നെ കൂടുതലും മധുരം ഇടേണ്ട ആവശ്യമില്ല.
ഇനി നമുക്ക് മടക്കി വയ്ക്കാം കേട്ടോ. എല്ലാം അതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാം മടക്കിയെടുത്തു കേട്ടോ. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റണം. അത് അടുപ്പമ്മലാണ്, ഗ്യാസുമ്മ വെച്ചില്ലേ, അടുപ്പമ്മല വെച്ചേ. അത് ഓരോ തണ്ട് വാഴയുടെ പട്ടയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവി ഉള്ളിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടയൊക്കെ അതിൽ അടുക്കി വെച്ച് നമുക്കൊന്ന് ഒരു 1/4 മണിക്കൂർ നേരം ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അട എടുത്തു കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ചൂടാറാനായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി, കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.